പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ റഫായ മാലാഖയുടെ മധ്യസ്ഥതയാലുള്ള പ്രാർത്ഥന വിശുദ്ധ തോബിയത്തിൻ്റെ പുസ്തകത്തെ ആധാരമാക്കിയുള്ള പ്രാർത്ഥനയാണിത്. ഈ ബൈബിൾ പുസ്തകത്തിലെ വചനങ്ങളിലെ സന്ദേശത്തിൻ്റെ ഉള്ളടക്കം ഇങ്ങനെയാണ്: പിതാവായ ദൈവം അവിടുത്തെ മുഖ്യദൂതനായ വിശുദ്ധ റഫായേൽ മാലാഖയെ അയച്ച് വലിയ തോബിയാസിൻ്റെ കണ്ണുകൾക്ക് കാഴ്ചശക്തി നൽകി സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നീക്കം ചെയ്യുന്നതായിട്ട് നാം കാണുന്നു. നമ്മുടെ 6 പ്രാർത്ഥനാ നിയോഗങ്ങൾ ഈ പ്രാർത്ഥനയിലേക്ക് നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ചെറിയ തോബിയാസിന് കൊള്ളക്കാരുടെ വഴികളിലൂടെ മേദിയ നാട്ടിലേക്ക് പോകുവാനും വിവാഹപ്രായമായിട്ടും വിവാഹ അന്തസ്സിലേക്ക് പ്രവേശിക്കാതിരുന്ന രഘുവേലിൻ്റെ പുത്രി സാറായ്ക്ക് കൊച്ചു തോബിയാസിനെ ഭർത്താവായി കൊടുക്കുകയും ചെയ്തു. സാറായുടെ കുടുംബത്തെ ആക്രമിച്ചു കൊണ്ടിരുന്ന അസ്മോദൂസ് പിശാചിനെ പുറത്താക്കി സമ്പത്ത് തിരിച്ചു കൊണ്ടുവരുവാനും ഭാര്യയും മക്കളോടും ചെറുമക്കളോടുമൊത്ത് ആരോഗ്യത്തോടെയും സമ്പത്തോടുകൂടെയും സന്തോഷത്തോടെയും ജീവിക്കുവാൻ ഈ കുടുംബങ്ങൾക്ക് ദൈവം അനുഗ്രഹം നൽകി. ഇതുപോലെ നമ്മുടെ കുടുംബങ്ങളും ദേശങ്ങളും അനുഗ്രഹിക്കപ്പെടുന്നതിനായി നമ്മുടെ 6 പ്രാർത്ഥനാ നിയോഗങ്ങൾ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ ഈശോ 6 കൽഭരണികളിൽ നിറച്ച വെള്ളത്തെ വീഞ്ഞാക്കി മാറ്റുന്നു. വീഞ്ഞ് സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും അടയാളമാണ്. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ 6 നിയോഗങ്ങൾ ഈ കൽഭരണികളിലേക്ക് നമ്മുടെ മനസ്സുകൊണ്ടും പ്രാർത്ഥന കൊണ്ടും സമർപ്പിക്കാം. 4000-ഉം 2000-ഉം വർഷങ്ങൾക്ക് മുമ്പ് ബൈബിളിൽ നടന്ന എല്ലാ സൗഖ്യങ്ങളും അനുഗ്രഹങ്ങളും ഇന്നും പിതാവായ ദൈവം നമുക്ക് യേശുക്രിസ്തുവിലൂടെ വാഗ്ദാനം ചെയ്തിട്ടുള്ളവയാണ്. നമ്മൾ ഈ വാഗ്ദാനങ്ങൾ അവകാശപ്പെട്ട് ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. കാനായിലെ വിവാഹ വീട്ടിലെ സേവകരുടെ ആ വെള്ളം നിറച്ചതുപോലെ നമ്മൾ ആ കൽഭരണികളിൽ ഈശോയുടെ മുമ്പിൽ 6 പ്രാർത്ഥനാ നിയോഗങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ 6 പ്രാർത്ഥനാ നിയോഗങ്ങളുടെ മേലും കരുണയായിരിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ പ്രാർത്ഥനയ്ക്ക് ശേഷം നമ്മുടെ പ്രാർത്ഥനകളുടെ മുകളിലും കൈവെള്ളകളിലും കുരിശു വരച്ച് പ്രാർത്ഥനയെ ആർക്കും എടുത്തു മാറ്റുവാൻ കഴിയാത്തവണ്ണം ലോക്ക് ചെയ്ത് സീൽ ചെയ്ത് പ്രാർത്ഥിക്കാം. ഇപ്പം നാം പ്രാർത്ഥിക്കുന്നു. ഇരുകരങ്ങളും പ്രാർത്ഥനാ രൂപത്തിൽ പിടിക്കുക, കരങ്ങൾ കുരിശു വരയ്ക്കുക. ധാരാളം പ്രാർത്ഥനാ നിയോഗങ്ങൾ ഈശോ നൽകിയിട്ടുണ്ട്. മക്കളുണ്ട്, അവരെല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമർപ്പിക്കുന്നു. എന്നിട്ട് നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങളുടെ മേൽ കുരിശു വരയ്ക്കുക, പ്രാർത്ഥിക്കുക. കർത്താവായ യേശുവേ, വിശുദ്ധ റഫായേൽ മാലാഖ വഴി ചെറിയ തോബിയാസിനും സാറായ്ക്കും വിവാഹം നിശ്ചയം കൊടുത്തു ഞങ്ങൾ ഓർക്കുന്നു. അതുപോലെ സൽസ്വഭാവികളായ വധുവരന്മാരെ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് അയക്കണമേ. തോബിയാസിൻ്റെ കണ്ണുകൾ സൗഖ്യപ്പെടുത്തുവാൻ മുഖ്യദൂതനായ വിശുദ്ധ റഫായേൽ മാലാഖയെ നിയോഗിച്ചു. ഇതുപോലെ രോഗസൗഖ്യങ്ങൾ ലഭിക്കുവാൻ ഇന്ന് വിശുദ്ധ റഫായേൽ മാലാഖയെ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് അയക്കണമേ. സമാധാനപൂർണമായ വിവാഹ ജീവിതം നയിക്കുവാൻ സാധിക്കാതിരുന്ന സാറായ്ക്ക് വിശുദ്ധ റഫായേൽ മാലാഖയുടെ ഇടപെടലുകളാൽ കൊച്ചു തോബിയാസിനെ ഭർത്താവായി കൊടുത്ത കർത്താവേ, വിവാഹപ്രായം എത്തി നിൽക്കുന്ന യുവതി യുവാക്കൾക്ക് സൽസ്വഭാവികളായ വധുവരന്മാരെ നൽകി അനുഗ്രഹിക്കണമേ. കൊച്ചു തോബിയാസിനെ കൊള്ളക്കാരുടെയും കള്ളന്മാരുടെയും വഴികളിലൂടെ മേദിയ നാട്ടിലേക്കുള്ള യാത്രയിൽ സഹായിക്കുവാൻ മുഖ്യദൂതനായ വിശുദ്ധ റഫായേൽ മാലാഖയെ നിയോഗിച്ച കർത്താവേ, ഞങ്ങളുടെയും ജീവിതങ്ങളിൽ അവിടുന്ന് വിശുദ്ധ റഫായേൽ മാലാഖയെ അയച്ച് സംരക്ഷിക്കണമേ. പിശാചിൻ്റെ തന്ത്രങ്ങളിൽ നിന്ന് സാറായും തോബിയാസിനെയും രക്ഷിക്കുവാൻ വിശുദ്ധ റഫായേൽ മാലാഖയെ നിയോഗിച്ച കർത്താവെ, പിശാചിക പീഡകളിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കുവാൻ അവിടുത്തെ മുഖ്യദൂതനായ വിശുദ്ധ റഫായേൽ മാലാഖയെ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് അയക്കണമേ. സാമൂഹിക നന്മയിൽ അതീവ തൽപരനായ വലിയ തോബിയാസിൻ്റെ പ്രവർത്തനങ്ങൾ കണ്ട് അവൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കുവാനായി വിശുദ്ധ റഫായേൽ മാലാഖയെ നിയോഗിച്ച കർത്താവെ, ഞങ്ങളുടെ കുടുംബങ്ങളിലേക്കും ദേശത്തും ഞങ്ങളുടെ എല്ലാ അംഗങ്ങളിലേക്കും പ്രാർത്ഥനയിലേക്കും ഈ 6 പ്രാർത്ഥനാ നിയോഗങ്ങളിലേക്കും അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം അയക്കണമേ. വിശുദ്ധ റഫായേൽ മാലാഖയുടെ മധ്യസ്ഥം ഉണ്ടാകുമാറാകട്ടെ. വിശുദ്ധ റഫായേൽ മാലാഖയുടെ ശക്തമായ ഇടപെടലുകൾ വഴി തോബിയാസിനും സാറായ്ക്കും ആദ്യ രാത്രിയിൽ തന്നെ പ്രാർത്ഥനാ ജീവിതം നയിക്കുവാൻ വരം നൽകിയതുപോലെ ഞങ്ങളുടെ കുടുംബങ്ങൾക്കും സഭയ്ക്കും കമ്മ്യൂണിറ്റിക്കും എല്ലാം ജീവിത ആരംഭം മുതൽ അവസാനം വരെ പ്രാർത്ഥനാ ജീവിതം നയിക്കുവാൻ കൃപ നൽകണമേ. കർത്താവായ യേശുവേ, ഞങ്ങളുടെ കുടുംബങ്ങളിലുള്ള ഓരോ മകനെയും മകളെയും മദ്യപാനത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും
ഡ്രഗ്സിൻ്റെയും സകലവിധ മൊബൈൽ ഫോൺ അടിമത്തത്തിൻ്റെയും സംശയങ്ങളുടെയും എല്ലാം നീരാളിപ്പിടുത്തത്തിൽ നിന്ന്, തിന്മയുടെ സുഹൃത്ത് വലയത്തിൽ നിന്ന്, ഡിപ്രഷനിൽ നിന്ന്, എല്ലാ തരത്തിലുള്ള പൈശാചി പീഡകൾ, രോഗപീഠകളിൽ നിന്നും രക്ഷിക്കുവാൻ അങ്ങയുടെ മാലാഖയയക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവേ, ഞങ്ങളുടെ മക്കളും കുടുംബാംഗങ്ങളും സൽസ്വഭാവത്തിലും പ്രാർത്ഥനയിലും പഠനത്തിലും വളർന്നു വരുവാൻ അങ്ങയുടെ മുഖ്യനായ വിശുദ്ധ മാലാഖയെ ഞങ്ങളിലേക്ക് അയക്കണമേ. നമ്മുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. പ്രതിപരമായിട്ട് കാനായിലെ വിവാഹ വിരുന്നിൽ ആ കൽഭരണികളിൽ വെള്ളമൊഴിച്ച് ദൈവം അത് അനുഗ്രഹിച്ചപ്പോൾ വീഞ്ഞായി മാറിയതുപോലെ നമ്മുടെ പ്രാർത്ഥനകൾ അനുഗ്രഹമായി മാറട്ടെ. 2 കൈവെള്ളകളിലും കുരിശ് വരയ്ക്കുക. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെയും രണ്ടാമത്തെയും പ്രാർത്ഥന റിസർവ്ഡ് പ്രാർത്ഥനയാണ്. സീൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 6:33 പറയുന്നു, ആദ്യം നിങ്ങൾ എൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, ബാക്കിയുള്ളതെല്ലാം കൂട്ടിച്ചേർത്ത് നൽകപ്പെടും. അപ്പോൾ നമ്മൾ ആ പ്രാർത്ഥനയിലൂടെ പ്രാർത്ഥിക്കുകയാണ്. 1ഉം 2ഉം പ്രാർത്ഥന, അതായത് നമ്മുടെ ആത്മാവിന് വേണ്ടി മറ്റുള്ളവരുടെ ആത്മാക്കൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുന്നു. അതിനുശേഷം നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനാ നിയോഗങ്ങൾ നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ഈശോയെ അപ്പസ്തോലിക അധികാരം ഉപയോഗിച്ച് യേശുവിൻ്റെ നാമത്തിൽ പൗരോഹിത്യത്തിൻ്റെ കൃപയാൽ സഭയുടെ അധികാരത്താൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥന ഞങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടിയും മറ്റുള്ളവരുടെ ആത്മാക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുവാനും പ്രവർത്തിക്കുവാനും ഞങ്ങളെയും കുടുംബാംഗങ്ങളെയും സഭാംഗങ്ങളെയും ശക്തരാക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഒന്നാമത്തെയും രണ്ടാമത്തെയും പ്രാർത്ഥനയുടെ കുരിശടയാളം വരയ്ക്കുക, കൈവെള്ളുകളിൽ കുരിശടയാളം വരയ്ക്കുക. ഇപ്പോൾ നമ്മൾ വ്യക്തിപരമായ പ്രാർത്ഥനാ നിയോഗങ്ങൾ എന്തു തന്നെ ആയിക്കോട്ടെ മൂന്നാമതായി സമർപ്പിക്കുന്നു. യേശുവെ, ആ മൂന്നാമത്തെ പ്രാർത്ഥനയുടെ മുകളിൽ വിരൽ വയ്ക്കുക, പ്രാർത്ഥിക്കുക. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ പൗരോഹിത്യത്തിൻ്റെ കൃപയാൽ സഭയുടെ അധികാരത്താൽ ഇപ്പോൾ മൂന്നാമതായി പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥന പൂർത്തീകരിക്കപ്പെടട്ടെ, അഭിഷേകത്താൽ നിറയട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കുരിശ് വരയ്ക്കുക, അവിടെ കുരിശ് വരയ്ക്കുക, കൈവെള്ളിൽ കുരിശ് വരയ്ക്കുക. നാലാമത്തെ പ്രാർത്ഥന, കർത്താവായ ഈശോയെ, നാലാമത്തെ പ്രാർത്ഥനയുടെ മേൽ അഭിഷേകം കൊണ്ടുപോകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പൗരോഹിത്യത്തിന്റെ കൃപയാൽ സഭയുടെ അധികാരത്താൽ യേശുനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഈ നാലാമത്തെ പ്രാർത്ഥന സംഭവിക്കുമാറാകട്ടെ. കുരിശ് വരയ്ക്കുക, നാലാമത്തെ പ്രാർത്ഥനയുടെ മേൽ ഒപ്പം കൈവെള്ളുകൾ കുരിശ് വരയ്ക്കുക. അഞ്ചാമത്തെ പ്രാർത്ഥന, കർത്താവായ യേശുവേ, അഞ്ചാമത്തെ പ്രാർത്ഥനയുടെ മേൽ അഭിഷേകം ഉണ്ടാകട്ടെ, അനുഗ്രഹം ഉണ്ടാകട്ടെ. വിശുദ്ധ മാലാഖയുടെ ഇടപെടലുകൾ ഈ അഞ്ചാമത്തെ പ്രാർത്ഥനയുടെ മേൽ ഉണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ പൗരോഹിത്യത്തിന്റെ കൃപയാൽ സഭയുടെ അധികാരത്താൽ അപ്പസ്തോലിക അധികാരം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുന്നു. യേശു, അങ്ങേക്ക് ഒന്നും അസാധ്യമായില്ല. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കുരിശടയാളം വരയ്ക്കുക. അഞ്ചാമത്തെ പ്രാർത്ഥനയുടെ മേൽ കൈവെള്ളുകൾ കുരിശ് വരയ്ക്കുക. ആറാമത്തെ പ്രാർത്ഥന, കർത്താവായ ഈശോയെ, ഇപ്പോൾ ഞങ്ങൾ സമർപ്പിക്കുന്ന മനസ്സുകൊണ്ട് എഴുതി സമർപ്പിച്ച പ്രാർത്ഥനകളുടെ മേൽ അനുഗ്രഹം ഉണ്ടാകട്ടെ. ആറാമത്തെ പ്രാർത്ഥനയുടെ അഭിഷേകം ഉണ്ടാകട്ടെ. ആറാമത്തെ പ്രാർത്ഥനയുടെ മേൽ യേശുവിൻ്റെ അഭിഷേകം കടന്നു വരട്ടെ. യേശുവെ, പരിശുദ്ധ അമ്മയുടെയും സകല വിശുദ്ധരുടെയും പ്രത്യേകിച്ച് വിശുദ്ധ മാലാഖയുടെ മധ്യസ്ഥവും ഈ പ്രാർത്ഥനയുടെ മേൽ ഉണ്ടാകുമാറാകട്ടെ, അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ, പൂർത്തീകരിക്കപ്പെടുമാറാകട്ടെ. കുരിശ് വരയ്ക്കുക. യേശുവെ, കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കുരിശ് വരച്ച് കൈവെള്ളുകളിലും കുരിശ് വരയ്ക്കുക. ഇപ്പോൾ നമ്മൾ രോഗപീഠകളുള്ള ശരീരഭാഗങ്ങളിൽ കൈകൾ വെച്ച് പ്രാർത്ഥിക്കുക. സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവായ ഈശോയെ, രോഗപീഠകളിൽ ഉള്ള സ്ഥലങ്ങളിൽ ഇപ്പോൾ കൈകൾ വെച്ച് പ്രാർത്ഥിക്കുന്ന വ്യക്തികളെ തൊടണമേ, സ്പർശിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം നൽകി പ്രാർത്ഥിക്കുന്നു. പൗരോഹിത്യത്തിൻ്റെ കൃപയാൽ സൗഖ്യം നൽകി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആ ഭാഗങ്ങളിൽ കുരിശ് വരച്ച് സീൽ ചെയ്യുക, കൈവെള്ളുകളിൽ കുരിശ് വരയ്ക്കുക. ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ദുസ്വഭാവങ്ങളിൽ നിന്ന് മോചനം പ്രാപിക്കുവാൻ, നമ്മുടെ കുടുംബാംഗങ്ങൾക്കും ശക്തി പ്രാപിക്കുവാൻ. ഒരു കൈ നെഞ്ചിൽ വയ്ക്കുക, മൊബൈൽ ഫോൺ ഫ്രീ ആണെങ്കിൽ ഒരു കൈ മുഖത്ത് വയ്ക്കുക, ചുണ്ടുകളിൽ വയ്ക്കുക. അപ്പോൾ മദ്യപാനത്തിൽ അടിമപ്പെട്ടവർ, ദുസ്വഭാവത്തിൽ അടിമപ്പെട്ട് സ്മോക്കിംഗ്, ഗ്യാംബ്ലിംഗ്, അതുപോലെ തന്നെ മൊബൈൽ ഫോൺ അഡിക്ഷൻ, വ്യത്യസ്തമായ തരത്തിലുള്ള ഡൗട്ടുകൾ, ഒരുപാട് പിശാച പീഡകൾ, അസ്വസ്ഥതകളുള്ള എല്ലാ സകലവിധ ആരോഗ്യ ശക്തികൾ യേശുനാമത്തിൽ മാറിപ്പോകട്ടെ, യേശുനാമത്തിൽ ബന്ധിക്കപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പൗരോഹിത്യത്തിൻ്റെ കൃപയാൽ സഭയുടെ അധികാരത്താൽ സകലവിധ പൈശാചിക പീഡകളെയും ആരോഗ്യ ശക്തികളെയും യേശുവിൻ്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് പ്രാർത്ഥിക്കുന്നു. കുരിശിൻ ചുവട്ടിൽ ബന്ധിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ ബന്ധിക്കുന്നു. യേശുവെ നന്ദി, യേശുവെ സ്തുതി. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഇപ്പോൾ തന്നെ കുരിശ് വരയ്ക്കുക, നെഞ്ചിൽ കുരിശ് വരയ്ക്കുക, ചുണ്ടിൽ കുരിശ് വരയ്ക്കുക, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിൽ കുരിശ് വരയ്ക്കുക. നമ്മുടെ ചെവിയിൽ, കണ്ണുകൾ, മൂക്കിൽ, ചുണ്ടിൽ, തൊലിയിൽ, ത്വക്കിൽ എവിടെയാണെങ്കിൽ. ഒപ്പം നമ്മുടെ ബ്രെയിനിൽ വരയ്ക്കുക, നെറ്റിയിൽ വരയ്ക്കുക, ഹാർട്ടിൽ വരയ്ക്കുക. യേശു സാമ്പത്തികമായി ആത്മീയമായി ഉണർവ് നമുക്ക് തരുമാറാകട്ടെ.
കർത്താവായ യേശു ക്രിസ്തു നാം എല്ലാവരെയും സകലവിധ ആപത്തുകളിൽ നിന്ന്, എല്ലാ രോഗപീഠകളിൽ നിന്നും, സാമ്പത്തിക പ്രയാസങ്ങളിൽ നിന്നും, പൈശാചിക അനർത്ഥങ്ങളിൽ നിന്നും സംരക്ഷിക്കുമാറാകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ 6 പ്രാർത്ഥനാ നിയോഗങ്ങളും സംഭവിക്കട്ടെ. അതുവഴി ഞങ്ങൾ അങ്ങേക്ക് സാക്ഷികളായി തീരുകയും ചെയ്യുമാറാകട്ടെ. പ്രതീക്ഷിക്കാതിരിക്കുന്ന മരണത്തിൽ നിന്നും, അപകടങ്ങളിൽ നിന്നും, ദുഷ്ടൻ്റെ കെണികളിൽ നിന്നും, മാറാരോഗങ്ങളിൽ നിന്നും, സകലവിധ സംശയങ്ങളിൽ നിന്നും ഞങ്ങളിൽ സംരക്ഷിക്കപ്പെടുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സുഖവാസവും നമ്മോടൊത്തും നമ്മുടെ 6 പ്രാർത്ഥനാ നിയോഗങ്ങളോടൊത്തുണ്ടാകുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓർക്കുക, നമ്മുടെ ഈ നോൺ പ്രോഫിറ്റബിൾ ചാനൽ അത് ഗ്ലാൻസൺ ചാക്കോ മലയാളം സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ഷെയർ ചെയ്യുവാനും നാളെ 5 മണിക്ക് യൂട്യൂബിലൂടെ കണ്ട് പ്രാർത്ഥിക്കുവാനും മറക്കില്ലല്ലോ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ആത്മീയമായി പ്രാർത്ഥിക്കുകയും നല്ലൊരു ദിവസം ആശംസിക്കുകയും ചെയ്യുന്നു. പ്രാർത്ഥനാ നിയോഗങ്ങളും സാക്ഷ്യങ്ങളും വാട്സപ്പ് വഴി അയച്ചു തരികയോ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയോ ചെയ്യുക. വാട്സപ്പ് നമ്പർ 7385053202. യൂട്യൂബ് ചാനൽ ആൻഡ് ഫേസ്ബുക്ക് നെയിം ഫാദർ ഗ്ലാൻസൺ ചാക്കോ മലയാളം. ഈ പ്രാർത്ഥനയിൽ 3 നൊവേന പ്രാർത്ഥനകൾ 27 ദിവസവും ബാക്കി വരുന്ന മാസത്തിലെ ദിവസങ്ങളിൽ ഡിവൈൻ മേഴ്സി കരുണ കൊന്തയുടെ കൂടെ നമ്മുടെ 6 പ്രാർത്ഥനകളും നിയോഗങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഈ നൊവേന പ്രാർത്ഥന ഡെയിലി നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ ബട്ടൺ പ്രസ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യുക. ഈ നൊവേന പ്രാർത്ഥന ഇംഗ്ലീഷിലും ലഭ്യമാണ്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും അയച്ചു കൊടുക്കുക. അത് ഗ്ലാൻസൺ ചാക്കോ ഇംഗ്ലീഷ് എന്നടിച്ചാൽ അത് ലഭിക്കും. അതുവഴി നിങ്ങളും അവരും 10,000 മടങ്ങ് കൂടുതൽ അനുഗ്രഹിക്കപ്പെടട്ടെ. അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി ആത്മീയമായി പ്രാർത്ഥിക്കുന്നു. എല്ലാ ദിവസവും ഇന്ത്യൻ സമയം രാവിലെ 5 മണിക്ക് നമുക്ക് ഒരുമിച്ച് യൂട്യൂബിലൂടെ പ്രാർത്ഥിക്കാം. അതുവരേക്കും വിശുദ്ധ റഫായേൽ മാലാഖയുടെയും പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ ഔസേപിതാവിൻ്റെയും സകല സ്വർഗീയ നിവാസികളുടെയും മധ്യസ്ഥത്താൽ പിതാവായ ദൈവവും പുത്രനായ ദൈവവും പരിശുദ്ധാത്മാവായ ദൈവവും നമ്മെ എല്ലാവരെയും സംരക്ഷിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും.